തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും DMK നേതാവുമായിട്ടുള്ള MK സ്റ്റാലിൻ ട്രിച്ചി ഈസ്റ്റിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നുള്ളൊരു ആകാംക്ഷയാണ് തമിഴ്നാട്ടിലെങ്ങുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്കൊപ്പം തന്നെ വിവാദങ്ങളുമുണ്ട്. സ്റ്റാലിൻ ഇക്കാര്യത്തിൽ കൂടുതൽ ക്ലാരിറ്റി വരുത്തിയിട്ടില്ല. അതുപോലെ DMKയുടെ ഭാഗത്തുനിന്നും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. നമുക്കറിയാം ഈ മണ്ഡലം എന്ന് പറയുന്നത് ട്രിച്ചി ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിച്ചിട്ട് അവിടുന്ന് ഒഴിഞ്ഞ മണ്ഡലമാണ്. അതിനോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന കാര്യം TVKയുടെ ഒരു കുതിപ്പിലാണ് സ്റ്റാലിന് പരാജയം സമ്മതിക്കേണ്ടി വന്നത്. അങ്ങനെ ഒരു സാഹചര്യങ്ങളൊക്കെ നിൽക്കുകയാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ട്രിച്ചി ഈസ്റ്റിൽ സ്റ്റാലിൻ മത്സരിക്കുമെന്നുള്ള ചോദ്യമാണ് വരുന്നത്. എന്തായിരിക്കും ഇവിടുത്തെ സാധ്യത? ട്രിച്ചി ഈസ്റ്റ് മണ്ഡലത്തിൽ സ്റ്റാലിൻ മത്സരിച്ചേ തീരൂ എന്നൊരവസ്ഥ കിടക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. DMK സംബന്ധിച്ച് വിജയ് ആണ് എതിരാളി. ട്രിച്ചി ഈസ്റ്റ് മണ്ഡലത്തിലെ യഥാർത്ഥ എതിരാളി വിജയാണ്. വിജയ് മത്സരിക്കുന്നില്ല എന്നേ ഉള്ളൂ. വിജയ് മത്സരിച്ച ഒരു മണ്ഡലത്തിൽ മത്സരം നടക്കുന്ന സമയത്ത് സ്റ്റാലിൻ മറ്റൊരു മണ്ഡലത്തിൽ പോയിട്ട് സുരക്ഷിതമായ വേറൊരു മണ്ഡലത്തിൽ പോയിട്ട് മത്സരിക്കുക എന്ന് പറയുമ്പോൾ അത് DMKയെ സംബന്ധിച്ച് അത് ഒരു ഇലക്ഷൻ ഇതിനകത്ത് തുടക്കത്തിൽ തന്നെ വരാവുന്നൊരു വീഴ്ചയാണ്. അത് ഒരു കാരണവശാലും ആ പാർട്ടിയെ സംബന്ധിച്ച് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. അപ്പോൾ അവിടെ മത്സരിക്കാൻ സ്റ്റാലിൻ തയ്യാറാവേണ്ടി വരും. അതല്ലെങ്കിൽ മത്സരിക്കാതെ മാറി നിൽക്കേണ്ടി വരും. ഇതാണ് ഇപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ നിൽക്കുന്നത്. ഇനി അതല്ല, സുരക്ഷിതമായൊരു മണ്ഡലത്തിലേക്ക് മാറി മത്സരിച്ചാൽ തന്നെയും അത് വിജയ് വലിയ തോതിൽ ക്യാമ്പയിൻ ചെയ്യും. വിജയെ നേരിടാൻ ഉള്ള സ്റ്റാലിൻ്റെ കഴിവില്ലായ്മ ചർച്ചയിൽ കൊണ്ടുവരാൻ വിജയ്ക്ക് കഴിയും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ ട്രിച്ചി മണ്ഡലത്തിൻ്റെ ഒരു സ്ഥിതി പരിശോധിച്ചാൽ DMKക്ക് നല്ല അടിത്തറയുള്ളൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് KN നെഹ്റുവിനെ പോലുള്ള വലിയ നേതാക്കളുള്ള സ്ഥലം. അപ്പോൾ KN നെഹ്റുവിൻ്റെ ഒരു ബേസാണ് അത്. തിരുച്ചിറപ്പള്ളിയിൽ നെഹ്റുവിൻ്റെ ഒരു കേന്ദ്രമാണ്. അവിടുത്തെ 9 മണ്ഡലങ്ങളാണ് തിരുച്ചിറപ്പള്ളി ഡിസ്ട്രിക്റ്റിലുള്ളത്. ഈ 9 മണ്ഡലങ്ങളിലും നെഹ്റുവിന് വളരെ ശക്തമായിട്ടുള്ള സ്വാധീനമുണ്ട്. തിരുച്ചിറപ്പള്ളി ട്രിച്ചി കിഴക്ക് മണ്ഡലത്തിലാണ് ഇങ്ങനെ ജയിച്ചിട്ടുള്ളത്, വിജയ് ജയിച്ചിട്ടുള്ളത്. പടിഞ്ഞാറ് മണ്ഡലത്തിൽ വെസ്റ്റിൽ ജയിച്ചത് നെഹ്റുവാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീന വലയം എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. ഇദ്ദേഹം റെഡ്ഡി ഫാമിലി പെട്ട ആളാണ്. തെലുഗു റെഡ്ഡി, ഇവർക്ക് അവിടെ അത്യാവശ്യം വോട്ടുകളുണ്ട്. പിന്നെ അതുകൂടാതെ പിള്ളൈമാരുടെ ഒരു കേന്ദ്രമാണ് വെള്ളാളർ, ഇസൈ വെള്ളാളർ എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പുകളുടെ. അതുപോലെ മുത്തയ്യാർ കാസ്റ്റ്, അതുപോലെ മുസ്ലിം, ക്രിസ്ത്യൻ റിലീജിയസ് വോട്ടുകൾ. ഈ വോട്ടുകൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. കാരണം വിജയ് നിന്ന സമയത്ത്, വിജയുടെ മുമ്പ് അവിടെ ട്രിച്ചി ഈസ്റ്റിൽ ജയിച്ച ഇരുതേരാജൻ ക്രിസ്ത്യൻ ആയിരുന്നു. അദ്ദേഹം ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളൊക്കെ ക്രോഡീകരിച്ച് ജയിക്കാൻ സാധിച്ച ഒരാളാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ വിജയുടെ സമയം വന്നപ്പോഴത്തേനും സമാനമായ രീതിയിലുള്ള ഒരു ക്രോഡീകരണം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ക്രിസ്ത്യൻ ന്യൂനപക്ഷം വോട്ടുകളിൽ ഉണ്ടായി എന്നാണ് പറയുന്നത്, വിജയ്ക്ക് അനുകൂലമായിട്ട്. പിന്നെ അതുപോലെ അവിടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് വോട്ടുകളുണ്ട്, ഏതാണ്ട് 10% വോട്ടുകളുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളുടെയൊക്കെ മേലെ നെഹ്റുവിന് ഉള്ള ഒരു വലിയ സ്വാധീനം, അതെന്ന് വെച്ചാൽ അദ്ദേഹം പലവട്ടം മന്ത്രിയായിട്ടുള്ള ഒരാളാണ്. സിവിൽ സപ്ലൈസ് അതുപോലുള്ള മറ്റേ പൊതുമരാമത്ത് അതുപോലുള്ള വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്തു വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് വളരെ ശക്തമായിട്ടുള്ള ഈ കോൺട്രാക്ടേഴ്സിന് ആയിട്ടും അതുപോലെ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള ബേസുള്ള ആളാണ്. അവിടുത്തെ എന്താ പറയുക, ഒരു പ്രമുഖ സംഘാടകനായിട്ട്, DMKയുടെ ഒരു പ്രമുഖ സംഘാടകനായിട്ട് അദ്ദേഹം വളരാനുള്ള കാരണം തന്നെ ഈ തരത്തിൽ ഫണ്ട് സ്വരൂപിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശേഷിയാണ്. DMKയുടെ ഫണ്ട് റേസർമാരിൽ ഒരു പ്രധാനി എന്നാണ് അവിടെ നെഹ്റു അറിയപ്പെടുന്നത്. സ്റ്റാലിൻ തന്നെ ഒരിക്കൽ പറഞ്ഞതും മഹാസമ്മേളനങ്ങൾ നടത്താൻ ഇദ്ദേഹത്തിനുള്ള ശേഷി വളരെ വലുതാണ്. മാനാട് എന്നാൽ നെഹ്റു എന്നാൽ മാനാട് എന്ന് അദ്ദേഹം ഇത് പറഞ്ഞത് ഈ അടുത്ത കാലത്ത് വലിയ ചർച്ചയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത്രയധികം സ്വാധീനമുണ്ട്, ഫണ്ട് റേസ് ചെയ്യാനുള്ള സ്വാധീനമുണ്ട്. അപ്പോൾ ഇതിൽ DMKയുടെയും ADMKയുടെയും പൊളിറ്റിക്സിൽ ഈ ഫണ്ട് ഒരു പ്രധാന ഘടകമാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വൻതോതിൽ ഫണ്ട് ഇറക്കിയില്ലെങ്കിൽ ഇവരെ സംബന്ധിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല.
DMK ആണെങ്കിൽ ADMK ആണ്. വൻതോതിൽ ഫണ്ട് ഗ്രൗണ്ടിൽ ഇറക്കുന്നു, ജനങ്ങളിലേക്ക് ഫണ്ട് ഒഴുക്കുന്നു, ഇങ്ങനെയാണ് വിജയിക്കുന്നത്. അപ്പോൾ ഈ പൊളിറ്റിക്സിൽ നെഹ്റു ഒരാൾക്കും വെല്ലാൻ കഴിയാത്ത ഒരാളാണ്. ഈ പൊളിറ്റിക്സാണ് ഇനി വരാൻ പോകുന്നതെങ്കിൽ, ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ഫണ്ട് ബേസ്ഡ് പൊളിറ്റിക്സ് ആണെങ്കിൽ അതുകൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന പൊളിറ്റിക്സാണ് വരാനിരിക്കുന്നതെങ്കിൽ തീർച്ചയായും DMKയും ADMK അവിടെ ജയിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷേ വിജയ് വന്ന സമയത്ത് വിജയ് ചെയ്ത ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, വിജയ്ക്ക് അറിയാം അദ്ദേഹത്തിന് ഇതുപോലെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല, ഇതുപോലത്തെ വൻ അഴിമതികൾ നടത്താനുള്ള ഒരു പാർട്ടിയുടെ ശേഷിയൊന്നും വളർന്നിട്ടില്ല. അതൊക്കെ ഇനി വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു, ഭാവിയിലാവുമായിരിക്കും. പക്ഷേ ഇപ്പോൾ അവർക്ക് യാതൊരു വഴികളുമില്ല. ആ തരത്തിൽ വൻതോതിൽ ഫണ്ട് ഇറക്കാനോ വൻതോതിൽ ഫണ്ട് സ്വരൂപിക്കാനോ ഉള്ള വഴികളുണ്ടായിരുന്നില്ല ഒരു പുതിയ പാർട്ടിയുള്ള നിലയ്ക്ക്. അപ്പോൾ അദ്ദേഹം പ്രധാനമായിട്ടും അറ്റാക്ക് ചെയ്തത് DMKയുടെ ഈ ഫണ്ട് ഇറക്കിയിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, വോട്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെയാണ് അദ്ദേഹം അറ്റാക്ക് ചെയ്തത്. പൈസ കൊടുത്തിട്ട് നിങ്ങൾ വോട്ട് ചെയ്യരുത്, പൈസ വാങ്ങി വോട്ട് ചെയ്യരുത് ജനങ്ങളോട് അദ്ദേഹം തുടർച്ചയായിട്ട് എല്ലാ പൊതുയോഗങ്ങളിലും അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്ന പ്രധാന ഒരു അജണ്ട തന്നെയായിരുന്നു ഇത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പൊളിറ്റിക്സ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അതിനെ തകർക്കല്ലാതെ വിജയ്ക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ട് അദ്ദേഹം ചെയ്തു. തിരുച്ചിറപ്പള്ളി ജില്ലയിൽ 9 മണ്ഡലങ്ങളിൽ 6 എണ്ണവും DVK പിടിച്ചെടുത്തു. അത് നെഹ്റുവിൻ്റെ അടിവേരും മാന്തി എന്നുള്ളതാണ്. നെഹ്റു ജയിച്ചു, പക്ഷേ അവിടെയുള്ള വലിയൊരു ഇത് പല മണ്ഡലങ്ങളിലും ജയിക്കാത്ത മണ്ഡലങ്ങളും, ഇപ്പോൾ ADMK ജയിച്ച മണ്ഡലമുണ്ട്, പക്ഷേ 3-ാം സ്ഥാനത്തേക്കാണ് DMK പോയത്, 2ാമത് TVK വന്നു. ആ തരത്തിൽ നെഹ്റുവിനെ കനത്ത തിരിച്ചടി കൊടുക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്, TVKക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നെഹ്റുവിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. ഇതിൽ വരുന്ന പരാജയം എന്ന് പറഞ്ഞാൽ നെഹ്റുവിൻ്റെ അവസാനമായിരിക്കും. ആ തരത്തിലുള്ള ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു അവസ്ഥ പുള്ളിക്കുണ്ട്. എന്തായാലും സ്റ്റാലിൻ മത്സരിക്കുന്നുവെങ്കിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കണം, ഇല്ലെങ്കിൽ മത്സരിക്കാതിരിക്കുകയാണ് ബുദ്ധി എന്ന തരത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇത് ഈ കാരണത്താൽ തന്നെയാണ് അദ്ദേഹം ഉണ്ടാതിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൽ ഒരു തീരുമാനം എടുക്കാൻ വലിയ പ്രയാസമുണ്ട്. കാരണം അതിൽ നിന്ന് തോറ്റു കഴിഞ്ഞാൽ പിന്നെ സ്റ്റാലിനും അവസാനിക്കും. അപ്പോൾ ആ ഒരു വലിയ ഭീതി ഈ ക്യാമ്പിലുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊളുത്തൂരിൽ സ്റ്റാലിനുണ്ടായ ഒരു വലിയ തോൽവിയാണ് ഈ അദ്ദേഹത്തെ ഇത്ര വലിയൊരു തിരിച്ചടിയിലേക്ക് തള്ളിവിട്ടത്. കാരണം അതുപോലെ തന്നെ DMKയും തള്ളിവിട്ടത്. കൊളുത്തൂരിൽ അദ്ദേഹം നേടിയത് 74,202 വോട്ടുകൾ മാത്രമാണ്. അതേ സ്ഥാനത്ത് TVKയുടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്ന VS ബാബു 82,997 വോട്ടുകൾ നേടുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെയാണ് അദ്ദേഹത്തിന് പരാജയം സമ്മതിക്കേണ്ടി വന്നത്. അപ്രതീക്ഷിത പരാജയമായിരുന്നു. ഇപ്പോൾ നമ്മൾ പറയുന്നത് ട്രിച്ചി ഈസ്റ്റിലെ കാര്യമാണ്. ട്രിച്ചി ഈസ്റ്റിലോട്ട് വരുമ്പോൾ പോലും നമ്മൾ പറയേണ്ട കാര്യം, ട്രിച്ചി ഈസ്റ്റിൽ അന്ന് വിജയ് നേടിയത് 91,381 വോട്ടുകളാണ്. അതുപോലെ തന്നെ അന്ന് DMK സ്ഥാനാർത്ഥിയായിരുന്നുള്ള ഇരുദയരാജ് നേടിയത് 63,965 വോട്ടുകളാണ്. ഇനി സന്ദീപ് പറഞ്ഞ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ മണ്ഡലത്തിൻ്റെ സ്വഭാവം സന്ദീപ് ഏറെക്കുറെ പറഞ്ഞു. അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, ഇതൊരു നഗരപ്രദേശമാണ്, കൂടുതലും വോട്ടേഴ്സ് വരുന്നത്. ഇപ്പോൾ വിജയുടെ ഒരു ആരാധക കൂട്ടായ്മ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നവർ കൂടുതൽ യുവാക്കളും യുവജനങ്ങളുമാണ്, പിന്നെ പുതിയ വോട്ടർമാരുമാണ്. ഇപ്പോൾ ഈ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൽ വിജയ് ഏറെക്കുറെ വിജയിച്ചിട്ടൊരു വ്യക്തിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അത് തെളിവായി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇലക്ഷൻ വന്നാൽ പോലും അദ്ദേഹത്തിന് ഒരു മേൽക്കൈ നൽകുന്ന ഘടകം അതാണ്. അതിനൊപ്പം തന്നെ ഈ നമ്മൾ സന്ദീപ് ഇപ്പം പറഞ്ഞ മറ്റൊരു കാര്യമായിട്ടുള്ള DMKയ്ക്കും അതുപോലെ തന്നെ സ്റ്റാലിനും നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ. നിർണായകം എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഈ അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, നിലവിൽ അദ്ദേഹം പരാജയപ്പെട്ടു, കൊളുത്തൂരിൽ പരാജയപ്പെട്ടു, ട്രിച്ചി ഈസ്റ്റിലും കൂടെ നിന്ന് പരാജയപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് DMKയ്ക്ക് ഉണ്ടാകുന്ന ഒരു ആഘാതം വളരെ വലുതാണ്. അതിനൊപ്പം തന്നെ സ്റ്റാലിൻ എന്ന രാഷ്ട്രീയക്കാരൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തിരിച്ചടി നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അധികമായിരിക്കും. എന്തുകൊണ്ടും സ്റ്റാലിനെ പരാജയപ്പെടുത്താൻ വേണ്ടി വിജയും TVKയും എല്ലാവിധ ശ്രമങ്ങളും നടത്തും. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അവിടെ DMK വിജയിക്കുകയും TVK പരാജയപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വിജയ് തോറ്റിന് തുല്യമായി മാറുന്നൊരവസ്ഥയുണ്ട്. ഇപ്പോൾ നിയമസഭയിലും അതുപോലെ തന്നെ പുറത്തുമായിട്ട് ഇപ്പോൾ DMKയും വിജയും തമ്മിലുള്ള തുറന്ന ഏറ്റുമുട്ടലിലേക്ക് മാറിയിട്ടുണ്ട്. വിജയ് പല ഘട്ടങ്ങളിലും സ്റ്റാലിനെ പേരെടുത്ത് പറയാതെ വിമർശിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. രാഷ്ട്രീയ സാഹചര്യം തമിഴ്നാട്ടിൽ ഇങ്ങനൊരു സാഹചര്യങ്ങളോടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഇപ്പോൾ ഇവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട്.
അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഇലക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ട്രിച്ചി ഈസ്റ്റ് എന്നുള്ളത് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായൊരു പോരാട്ട വിധിയായി മാറും. അവിടെ സ്റ്റാലിൻ മത്സരിച്ചില്ലെങ്കിൽ ഒരു സാധാരണ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ കടന്നു പോകാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും TVK തന്നെയായിരിക്കും സാധ്യത കൂടുതലുള്ളത്. അഥവാ അവിടെ എന്തെങ്കിലും ഒരു മിറാക്കിൾ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് സ്റ്റാലിൻ വന്നാലേ അതിന് സാധ്യതയുള്ളൂ. മറ്റേതൊരു സ്ഥാനാർത്ഥി ഒന്ന് മത്സരിച്ചെന്ന് പറഞ്ഞാലും നിലവിലത്തെ ആ ഒരു വിജയം ഉണ്ടാക്കിയ ആ ഓളത്തിൽ TVK സേഫായിട്ട് അങ്ങ് രക്ഷപ്പെട്ടു പോകുന്നു. അല്ലെങ്കിൽ രക്ഷപ്പെടുന്നു പറയാൻ പറ്റില്ല, വിജയിച്ച് കയറിപ്പോകും. അതേ നമുക്ക് വേറൊന്നൊരു കാര്യം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാലിൻ മത്സരിക്കുമോ എന്നുള്ളൊരു കാര്യമാണ്. സ്റ്റാലിൻ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ DMK ഇതുവരെയായിട്ട് ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടില്ല. സ്റ്റാലിൻ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ പോലും വ്യക്തതയില്ലാതെ ആണ് അദ്ദേഹം പറയുന്നത്. പാർട്ടി തീരുമാനിക്കും അല്ലെങ്കിൽ പിന്നീട് പറയാമെന്നുള്ളതിൽ ചില കാര്യങ്ങളിൽ അവ്യക്തമായിട്ടാണ് സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിൽ കനത്തൊരു ആത്മവിശ്വാസക്കുറവ്, വല്ലാത്തൊരു ആത്മവിശ്വാസക്കുറവ് ആളുകൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റാലിൻ ഇറങ്ങിയില്ലെങ്കിൽ ഈ പാർട്ടി മെഷീനറിയുടെ ആ ഒരു കോൺഫിഡൻസ് തിരിച്ചെടുക്കുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടായി തീരും. നേരത്തെ ഇപ്പോൾ ജീവൻ പറഞ്ഞ പോലെ ട്രിച്ചി പൊതുവിൽ വിജയിച്ച മണ്ഡലങ്ങളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ അർബൻ, സെമി അർബൻ മേഖലകളാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റൂറൽ മേഖലകളിലെ ഒരു പ്രത്യേകത ഇപ്പോഴും കട്ട പഞ്ചായത്തൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണെന്ന് പറയുന്നത്. എടപ്പാടി പളനിസ്വാമിയെ കുറിച്ച് കേട്ടിരുന്ന ഒരു ആരോപണം, പുള്ളി വീട്ടിൽ കട്ടപ്പഞ്ചായത്ത് നടത്തുന്നതാണ്. പുള്ളി വീട്ടിനകത്ത് അപ്പോൾ കട്ടപ്പഞ്ചായത്ത് നടക്കുന്ന അത്തരം റൂറൽ ഏരിയകളിൽ സമുദായ നേതാക്കളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. വോട്ടിംഗ് എങ്ങനെയായിരിക്കും, ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. ഈ മണ്ഡലത്തിൽ നല്ല സ്വാധീനമുണ്ട്. ഉണ്ട്. അപ്പോൾ ഇതിൽ വോട്ടിംഗ് ഒക്കെ പൊതുവിൽ നിശ്ചയിക്കുന്നത് ഇങ്ങനത്തെ കട്ടപ്പഞ്ചായത്ത് ഏരിയകളിലൊക്കെ പൊതുവിൽ സമുദായ നേതാക്കളും അവിടുത്തെ പ്രമാണിമാരൊക്കെയാണ്. പക്ഷേ ഈ സെമി അർബൻ ഏരിയകളിൽ ഈ സംഗതി ഫ്രാഗ്മെൻറ്റഡ് ആണ്. ഇവർക്കുള്ള ഇൻഫ്ലുവൻസ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനത്തെ മേഖലകളിലാണ് വിജയ്ക്ക് ഗ്രിപ്പ് എടുക്കാൻ കഴിഞ്ഞത്. കാരണം സമുദായ നേതാക്കൾക്ക് ഒരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത അർബൻ വോട്ടേഴ്സ്, അർബൻ വർക്കേഴ്സ്, അതുപോലെ വിദ്യാർത്ഥികൾ, ആളുകൾ ജെൻസി വോട്ടേഴ്സ് എന്നൊക്കെ പറയും, പക്ഷെ വിദ്യാർത്ഥികൾ, ആ തരത്തിലുള്ള ഒരു ഗ്രൂപ്പിനാണ് വിജയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞത്. ഇപ്പോൾ ട്രിച്ചിയുടെ ഒരു പ്രത്യേകത, ട്രിച്ചി ജില്ലയുടെ പൊതു പ്രത്യേകത എന്ന് പറഞ്ഞത് ഒരു സെമി അർബൻ മേഖലകൾ കൂടുതലുണ്ട്. പക്ഷെ അപ്പോൾ അവിടെ തന്നെ ന്യൂനപക്ഷ വോട്ടുകളുണ്ട്, ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്. ഈ വോട്ടുകൾ ആര് പിടിക്കും എന്നുള്ള കാര്യത്തിൽ വളരെ ഒരു നിർണായക ചോദ്യമുണ്ട്. കാരണം ഈ തവണത്തെ ഇലക്ഷൻ റിസൾട്ട് നോക്കി കഴിഞ്ഞാൽ ആ വോട്ടിന് നല്ലൊരു ശതമാനവും വിജയ്ക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ ദളിത് വോട്ടിന്റെ കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിൻ എടുത്ത അതേ തന്ത്രം തന്നെയാണ്. സ്റ്റാലിൻ അവിടെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് വോട്ടുകൾ ക്രോഡീകരിച്ചു. അതിന് അതേ തന്ത്രം തന്നെയാണ് വിജയും അവിടെ പ്രയോഗിച്ചത്. 2011-ലും 2016-ലും അവിടെ ജയിച്ചത് DMK. 2021-ലോട്ട് വരുമ്പോഴത്തേക്കും വിരുദ്ധരാജിനെ നിർത്തി DMK ആ സീറ്റ് പിടിച്ചെടുത്തു. 2026-ലോട്ട് വരുമ്പോഴത്തേക്കും വിജയ് അതേ രാഷ്ട്രീയം കളിച്ച് മണ്ഡലം പിടിക്കും. അങ്ങനെ ഒരു സാഹചര്യം കൂടി. പക്ഷെ നമ്മൾ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ദളിത് വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും അതുപോലെ മുസ്ലിം വോട്ടുകളും ഉണ്ടെന്നൊക്കെ പറയും പോലും ഇവിടെ DMKയ്ക്കും DMKയ്ക്കും ഒരുപോലെ സ്വാധീനമുണ്ട്, അടിത്തറയുണ്ട്. അവർക്ക് പാർട്ടി അവരുടെ അടിത്തറ സ്ട്രോങ് ആണ്. പക്ഷെ ആ ഒരു സ്ട്രോങ് ഏരിയയിലോട്ട് TVK കടന്നു കയറി എന്നുള്ളതൊരു വലിയൊരു കാര്യമാണ്. അങ്ങനെയാണ് അവർക്കവിടെ വിജയം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന DMK 2 തവണ 2021 ജയിക്കുന്നു. അതിന് മുമ്പത്തെ 2 തെരഞ്ഞെടുപ്പിലും DMK വിജയിക്കുന്നു. അപ്പോഴവിടെ ഒരു ക്രിസ്ത്യൻ ഒരു വോട്ടർമാരുടെ ഒരു സ്വാധീനം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥി വന്നപ്പോൾ ഉണ്ടായൊരു മാറ്റം കാണുന്നുണ്ട്. ഈ വിജയ് കാണുന്ന നമുക്കറിയാം, വിജയ് പല രീതിയിലും വോട്ട് പിടിക്കുന്നുണ്ട്. അദ്ദേഹം പറയാതെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പള്ളിയുടെ നടുക്കൂടെ മുട്ടുകുത്തി അദ്ദേഹം എഴയുന്നു, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഫലം കണ്ടു. പ്രത്യേകിച്ച് തമിഴ്നാട് പോലുള്ള രാഷ്ട്രീയത്തിൽ ഈ വികാരങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണല്ലോ. ഒരു വിവേചന ബുദ്ധിയെക്കാളും കൂടുതൽ വികാരത്തിന് പ്രവർത്തിക്കാറുണ്ട്. അപ്പൊ അത് വിജയ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ട്രിച്ചി ഈസ്റ്റോട്ട് വരുമ്പോൾ നമ്മൾ സ്റ്റാലിൻ്റെ കാര്യം പറയുമ്പോൾ സ്റ്റാലിൻ അവിടെ എന്ത് രാഷ്ട്രീയം കളിച്ച് വിജയിക്കാൻ പറ്റുമെന്നൊരു ചോദ്യമുണ്ട്. കാരണം അവിടെ എല്ലാ രീതിയിലും രാഷ്ട്രീയം കളിച്ചിട്ടാണ് TVK ജയിച്ചത്. അവിടെ വിജയ് എന്നൊരു നടൻ്റെ ഒരു രാഷ്ട്രീയം അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അദ്ദേഹം പരമാവധി യുവ വോട്ടർമാരെയും എല്ലാം സ്വന്തമാക്കിയിട്ടുണ്ട്.
അതേപോലെ ഈ ക്രിസ്ത്യൻ വോട്ടുകൾ അദ്ദേഹം സമാഹരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധ വോട്ടുകൾ അദ്ദേഹം നേടിയിട്ടാണ് അദ്ദേഹം അതിനെ മറികടക്കാൻ പറ്റുന്ന ഒരു സംഗതി ഇയാൾ കൊണ്ടുവരേണ്ടി വരും. പക്ഷേ ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ അവിടെ തമിഴ്നാട്ടിലുടനീളം ജെൻസി വോട്ടേഴ്സിൻ്റെ സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട് സ്റ്റാലിൻ DMK. ധാരാളം ജെൻസികളെ കൂട്ടായ്മകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ജെൻസി വോട്ടുകൾ ഇങ്ങനെ മറിച്ചു എന്നുള്ളൊരു ഇതിൻ്റെ മേലെയാണ്. ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് സെമി അർബൻ മേഖലകളിൽ, നഗരമേഖലകളിൽ ഈ ദ്രവിഡിയൻ രാഷ്ട്രീയത്തിന് വല്ലാത്തൊരു മങ്ങലേറ്റിരിക്കുന്നു. യുവാക്കളുടെ ഇടയിൽ ഈ ദ്രവിഡിയൻ രാഷ്ട്രീയത്തിന് വേണ്ട പോലുള്ളൊരു ഹോൾഡ് ഏതോ തരത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു നഗരപ്രദേശം. അതെ, നഗരമേഖലകളിൽ. ഇതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഇതിനെന്താണ് പരിഹാരം എന്നുള്ളതാണ്. പക്ഷെ അത് ദീർഘകാല പരിഹാരമേ ഉള്ളൂ. പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുന്നത് ദീർഘകാലാടിസ്ഥാനത്തിലല്ല, പെട്ടെന്ന് വരുന്നു. ഇവിടെ പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്തി ഈ യുവാക്കളോട് ഇവരുടെ ഐഡിയോളജി ബ്രീച്ച് ചെയ്ത് അത് അവരിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി എടുക്കുക എന്നൊക്കെ പ്രാക്ടിക്കലായ കാര്യങ്ങളേ അല്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം സ്റ്റാലിൻ മെനയുക, അതെങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക എന്നുള്ളത് നമ്മൾ ആകാംക്ഷയോടെ കാക്കേണ്ട ഒരു കാര്യമാണ്.